വെൽക്കം ബാക്ക് റിയാക്ടിങ് വീഡിയോസ്. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഈ കാണുന്ന ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഈ പോസ്റ്റർ, ഇത് ഇന്നലെ ഒരു സഹോദരൻ വാട്സപ്പിൽ അയച്ചു തന്നതാണ്. അതിൽ എഴുതിയിട്ടുള്ളത് യാഹൂൻ തങ്ങൾ റവയാണ് തോന്നുന്നുണ്ട്. അവരുടെ 171ാമത് വലിയ നേർച്ച. അപ്പൊ ചെറിയ നേർച്ച വേറെ നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. വലിയ വെടി 2, ചെറിയ വെടി 4 എന്ന് പറഞ്ഞ പോലെ. 2024 ജൂൺ 7, 8, 9 തീയതികളിലാണ്. അതുപോലെ ഇതൊക്കെ പിന്നെ അങ്ങനെയാണ്. തോട്ട പിന്നെ 4, 5, 10 ദിവസത്തിൽ ആഘോഷങ്ങളായിരിക്കും. എന്തോട്ടെ, ഇതിൽ രസകരമായ ഭാഗം എന്നുള്ളത് ആനപ്പുറത്ത് കയറാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ട് 2 സുജായികളുടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, കുഞ്ഞിമോനോ കുഞ്ഞിമോൻ എന്നായിരിക്കും. ഡിസൈനറെ ഇങ്ങനെയല്ല കുഞ്ഞിമോൻ എഴുതട്ടോ. ശരി. മറ്റേത് കരീംഭായ് തിരൂരാണ്. മറ്റേ സുജായിയുടെ പേര്. ഓല രണ്ടാളും നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ നമ്പർ ഞാനാണ് മായ്ച്ചു കളയുന്നുണ്ട്. മറ്റൊന്നുമല്ല, എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും എന്നെ ആനപ്പുറത്ത് കയറാൻ പോയിട്ട് ആനക്ക് പീരാൻ തിളക്കിയിട്ട് വീട്ടുകളെ ചവിട്ടി പീച്ച് അല്ലെങ്കിൽ വലിച്ച് കീറുക ചെയ്താൽ ഇനി ഞാൻ ഉത്തരവാദി ആവേണ്ടി വരും. അപ്പം ഞാൻ ആ നമ്പർ ഉണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് അന്വേഷിച്ചോളിയും. സഹോദരന്മാരെ, ഇതൊക്കെ എന്താണ്? യാഹൂൻ തങ്ങൾ എന്നും പറഞ്ഞിട്ടൊരു തങ്ങള്, എന്നിട്ട് ആ തങ്ങളെ മറവ് ചെയ്തിട്ട് അതിൻ്റെ മേലെ അങ്ങനെ കെട്ടിപ്പൊക്കിയിട്ട് ആ കെട്ടിപ്പൊക്കിനതിൻ്റെ കാര്യങ്ങളും അത് സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ വരുന്നുണ്ട്. ഉമർ ഫൈസി അത് സംബന്ധിച്ച് വിശദീകരണം നൽകുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇന്ന് കാണിക്കുന്നത് സത്യത്തിൽ മറ്റൊരു കാര്യമാണ്. എന്തായാലും ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ തോതിൽ ആനപ്പുറത്ത് കയറാൻ, തങ്ങളെ നേർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആനപ്പുറത്ത് കയറാനുള്ള ആൾക്കാർക്ക് ഉള്ള ക്ഷണമൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ജഗപൊകയാണ് കാണാനുള്ളത്. കണ്ടു നോക്കി നിങ്ങൾ. ഏതാണ് സഹോദരന്മാരെ പറ്റിയുടെ മതം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ തോതിൽ ഈ മുടി ഇങ്ങനെ പറപ്പിച്ചുകൊണ്ട് ഈ മേത്തുകൂടി വെട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, ഇത് ഞാൻ ആദ്യം കണ്ടിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള മുന്നേ നമ്മൾ കാണിച്ചതാണ്. അതുപോലെ തന്നെ വിശദീകരിച്ചതുമാണ്. വെളിച്ചപ്പാട് എന്ന് പറഞ്ഞിട്ട് പട്ടൊക്കെ ചുറ്റിയിട്ട് കാലിൽ കിലിങ്ങണ സാധനം ഉണ്ടാവും, അരയിൽ ചങ്ങല കിലിങ്ങണതൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ കാട്ടിയിട്ട് മണ്ടക്ക് വെട്ടൊക്കെ ചെയ്യണേ. മണ്ടക്ക് വെട്ടണമൊന്നും കാണൂല. അത് 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 മറ്റൊരു സംഭവം. അത് ഇതിനെക്കാട്ടിലും വലിയ വേറൊരു സാധനം എന്തോട്ടെ. അതുപോലെ മുടിയൊക്കെ വളർത്തിയിട്ട് കുറേ ആളുകൾ അവർ മുടി വെട്ടൂല. അത് അവരുടെ ഒരു ആചാരമാണ്. മുടിയൊന്നും വെട്ടില്ല. എന്നിട്ട് മുടി ഇങ്ങനെ ഇതാക്കിയിട്ട് മണ്ടക്ക് ഇങ്ങനെ കുത്തുന്ന പരിപാടി. ആ ഒരു കാര്യത്തിൻ്റെ എന്ത് മാറ്റാണ് ഇതിലുള്ളത്? അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദേവതകളെയും ദേവഗണങ്ങളെയും ഭൂതഗണങ്ങളെയും അതൊക്കെ അണ്ടാദിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ആരാധിക്കാൻ എന്താണുള്ളത്? ഇവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാതെ എന്താണുള്ളത്? ഇവർക്ക് ഈ മാതിരി ഇളകി പറഞ്ഞ് ചാടിക്കളിച്ച് മേത്തുകൂടി കുത്തി പറയാൻ എന്താണുള്ളത്? റിഫായ് ഷെയ്ഖ് ഉണ്ട്, അതേപോലെ തന്നെ മൊഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ടെന്നാ. മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ഇവർ വല്ലാണ്ട് കുത്തി കളിക്കണില്ല. ഇവർ റിഫായ് ഷെയ്ഖിന്റെ പേരിലാണ് വല്ലാത്ത കുത്തും പിന്നെ പൊളിച്ചലൊക്കെ നടത്തുന്നത്. കുത്തുന്നില്ല. ഇന്ത്യയുടെ കത്തിയേരിയും ഞാൻ കുത്താ. ഇത് പണ്ട് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞാണ്, ഇന്നെ കൊണ്ടുപോയിട്ടാണ് തൂക്കിക്കൊന്നാലും പറ്റില്ല, ഞാനൊന്നിനെ കുത്തി ശരിയാക്കി തരാം. ഇവരുടെ ഈ തരികിടം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇങ്ങനെ കാട്ടുണ്ടല്ലോ. ഒന്നും വേണ്ട, ഈ പേനല്ലേ, ഈ പേനയും കൊണ്ട് കുത്തി അപ്പം വരും ചോര. അവര് 100 വട്ടം ഇങ്ങനെ ആക്കിയാൽ ഒരു തുള്ളി ചോര വരുന്നുള്ളൂ. തട്ടിപ്പാണ്. തട്ടിപ്പിന്റെ അപ്പുറം. എന്നിട്ടൊരു തങ്ങളാന്നും പറഞ്ഞിട്ട് ഒരു സുജായി വന്നിട്ട് പിന്നെ തുടച്ചിട്ട് എന്നാകുമ്പോഴത്തേനും മുറിണ്ട് മാറാണ്. നോണ്ണ കാട്ടുകയാണേ. അങ്ങനെയൊന്നും ചെയ്യാന് ഇവിടെ മനുഷ്യരായി പറഞ്ഞ ഒരാൾക്കും പറ്റൂല. പിന്നെ ഔലിയാക്കൾക്ക് ഇമാരി പേ പിടിച്ച പിരാന്തിന്റെ പിന്നാലെ അടക്കാണോ പണി? ഔലിയാക്കൾക്ക് കഴിയുന്ന അവര് പറയാ. ഔലിയാക്കൾക്ക് ഈ തോതിലുള്ള മൂച്ച് പിരാന്തിന്റെ പിന്നാലെ അടക്കലാണോ സഹോദരന്മാരെ പണി? നേരത്തെ നമ്മൾ കണ്ടത് എന്താണ്? ആനപ്പുറത്ത് കയറല്. അത് സുന്നത്തന്നി എന്താണ് എന്നാവേ. ഇനി ഒരു ഫർളു ആക്കത്.
ഇസ്ലാം കാര്യം 6ആണ്, 6ാമത്തത് ആനമക്കേറലാണ് എന്നുള്ളത് ആക്കുന്നിവര് ആ രൂപത്തിലേക്ക് ഈ കൗമിനവരെ എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെയുള്ള ഈ ചാടിക്കളി, മേത്തുവെട്ടല്, കുത്തിവരയല്, ഇതൊക്കെ ഗുണ്ടാ പ്രവർത്തനമാണ്, ക്രിമിനലിസാണ്. അവർ കാണിക്കുന്നത് മാജിക് ആണെങ്കിൽ മാജിക് ആണെന്നുള്ളത് അംഗീകരിച്ചാൽ മതി, പറഞ്ഞാൽ മതി. ഈ രൂപത്തിൽ ഈ കാണിക്കുന്നത് തെറ്റാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ഈ നേർച്ചകൾ നടത്തുന്നത് ഈ ആളുകളെ പൊട്ടീസാക്കുവാനും പറ്റിക്കുവാനും വേണ്ടിയിട്ടാണ്. ഈ ഒരു സാധനം കണ്ടാൽ മതി. ഇനി മറ്റൊന്ന് കേട്ടോ നിങ്ങൾ, അതിൽ ആ ഒരു പാട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഡില്ലാലങ്കടി കേട്ടില്ലേ, ആ ചുറ്റുവളക്കിനുണ്ടാവുന്ന ആ കൊട്ടല്ലത് അല്ലേ? ഈ കൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണോ, സ്വഹാബത്ത് പഠിപ്പിച്ചാണോ? ഇമാമിയങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഇലത്താളം മുട്ടിയിട്ട് ടിങ്കിടി ഇങ്കിടി എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കണമെന്ന്? ഇത് ഏത് ഇസ്ലാമാണ്? ഈ ഇസ്ലാമിന് ഞങ്ങളെ ഇസ്ലാമുമായിട്ട്, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമല്ല. നിങ്ങൾ ആ മതത്തിന് വേറൊരു പേരിട്ടോളിയും, അതായിരിക്കും നല്ലത്. കാര്യം ഈ പറയപ്പെട്ട ഈ ഡില്ലാലങ്കടി പാടിയും കൊണ്ടുള്ള പരിപാടി ഇസ്ലാമിലില്ല. ഖബാലി പാടാൻ പറ്റൂലേ എന്നൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. അതല്ല, ഇത് മറ്റു മതസ്ഥരെ ചാണിനു ചാണായും മുഴത്തിന് മുഴമായും മുൻകഴിഞ്ഞു പോയ എന്നുള്ളതാണ്. അത് അവരാണോ എന്ന് ചോദിച്ചു. അവരാണെന്ന് പറഞ്ഞു. അവരെക്കാൾ പിഴച്ച സാധനമായിട്ട് നടക്കുന്ന ആളുകളെയാണ് ഇവർ പിന്തുടരുന്നത്. ഇത് ഉടുമ്പിനെ മാത്രമല്ല, നീർക്കോലി പോണോടത്ത് കൂടി ഇവർ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ അധപ്പതിച്ചു പോയ ഒരു ഉമ്മത്താണിത്. വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്നത് പോലെ ഉറഞ്ഞു തുള്ളു, എന്നിട്ട് കത്തിയും മാറാളും എടുത്തിട്ട് മേത്തുകൂടി വരയുക, ഒരു തുള്ളി ചോര കാണിച്ചിട്ട് ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞു നടക്കുന്ന ഈ അന്ധവിശ്വാസികളെ, ഈ പോയത്തക്കാരെ നിങ്ങൾ പുളിമ കയറ്റുക. ഒരു വീഡിയോ കണ്ടിരുന്നു ഞാൻ. ഇത് കുത്തിവരയുന്ന ആളുകൾ ലഹരി ഉപയോഗിക്കുമെന്ന് പറയുന്ന, കുത്തിവരയുന്ന ഒരാൾ തന്നെ പറയുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. ഇവരൊക്കെ കണ്ട MDMA അടിച്ചിട്ടാണ് ഈ കത്തിയും കൊണ്ട് കുത്തി മേടുന്നത്. ഇതിനെതിരെ അത് നടക്കുന്ന സ്ഥലങ്ങളിൽ, അത് നടക്കുന്ന ഭാഗങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇത് ഇസ്ലാമിലില്ല. ഇങ്ങനെ ഒരു ആചാരം ഇസ്ലാമിലില്ല. മറ്റു മതസ്ഥർ നടത്തുന്നുണ്ട്, അത് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ അവർ സംരക്ഷിക്കട്ടെ. ഇസ്ലാമിൽ ഇങ്ങനെയൊന്നുമില്ല. മുസ്ലിങ്ങളായിട്ട് പിറന്ന ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇതുപോലെ മേത്തുകൂടി കുത്തി വരയണത് നിയമ നടപടികൾ സ്വീകരിച്ചൂടെ? ഇതിന് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമുള്ളത്? പരിശുദ്ധ ഖുർആനോ സ്വഹീഹ ഹദീസോ എടുത്തു നോക്കിയാൽ ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ ആര് കൊടുത്താലും അത് ദീനല്ല, അത് തിന്നാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് കാട്ടിയിട്ട് തിന്നോളി എന്ന് പറയല്ലേ വേണ്ടത്? സഹോദരന്മാരെ, മനസ്സിലാക്കുക. ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുവാൻ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നും അച്ചാരം വാങ്ങി നടക്കുന്ന ഇതുപോലെയുള്ള പിഴച്ച ജന്മങ്ങൾ, ഇവരെ നിലക്ക് നിർത്തേണ്ടത് വിശ്വാസി സമൂഹങ്ങളാണ്. അവര് നേരിട്ടൊന്നും ചെയ്യണ്ട. ഇതുപോലെയുള്ള ക്രിമിനലിസങ്ങൾ, ക്രിമിനൽ റാത്തീബുകൾ, ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ കഴിയുന്നത് ചെയ്തൂടെ? ഇതിനൊന്നും യാതൊരുവിധ നിയമത്തിന്റെ ആനുകൂല്യങ്ങളും ലഭിക്കൂല. ഇത് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ചെയ്യാൻ ആരും അനുകൂലിക്കൂല. കാര്യം ഇസ്ലാമിന്റെ പേരിലാണെങ്കിൽ ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്ന് വളരെ നിഷ്പ്രയാസം നമുക്ക് തെളിയിക്കാൻ കഴിയും. ഇസ്ലാം ഇസ്നാദുകളിലൂടെ നിലനിൽക്കുന്നതാണ്. പുതിയതായിട്ട് ഇസ്ലാമിലേക്ക് ഒന്നും വരൂല. കുത്തിപ്പൊളിക്കുക, പോസ്റ്റ്മോർട്ടം ചെയ്യുക, കത്തിക്കുത്ത് കഴിഞ്ഞാൽ എന്താ, പിന്നെ ആള് വെടിയായി കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ്മോർട്ടം, അവർ പോസ്റ്റ്മോർട്ടം ചെയ്യലാണ്. ഇത് ഒരു തരികിടയാണ്, മാജിക്കാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതുപോലെ മാജിക് പോലെ, അല്ലെങ്കിൽ മേത്തൊരു ചെറിയ മുറി, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഒരു ചാട്ടയും കൊണ്ട് ഇങ്ങനെ ടേന്ന് പൊട്ടിച്ചുകൊണ്ട് ഒരു ചെറിയ പൈതലും ഒരു സ്ത്രീയും ഒരു ഷർട്ടൊന്നും ഇടാതെ ഇതേപോലെ കിലുങ്ങി ചാടിയും കൊണ്ട് ഈ പീരാന്ത് കാട്ടുന്ന പോലത്തെ ഒരു മനുഷ്യനും വരും. ആൾ ചാട്ടയും കൊണ്ട് എന്ന് ഇങ്ങനെ തല്ലും. ആളുകളുടെ വിചാരം ഇയാൾ ചാട്ട മേലിലാണ് തട്ടുന്നതെന്നാ. അല്ല, ആ ചാട്ടയുടെ തുമ്പത്തുള്ള ആണിയോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ചെറിയ ആണി എന്തെങ്കിലും വെച്ചിട്ട് ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒരു പോറൽ വരുത്തും. പോറൽ വന്നു കഴിഞ്ഞാൽ ഇയാൾ നിന്ന് ചാടില്ലേ, വെയിലത്ത് ചാടുമ്പോൾ ചെറിയൊരു പോറൽ മതി, ബ്ലഡ് ഇങ്ങനെ വരും. ഈ ബ്ലഡ് ഒലിപ്പിച്ചും കൊണ്ട് വൃത്തികെട്ട മണമായിരിക്കും. വിയർപ്പും ബ്ലഡും കൂടി ചേർന്നാൽ ഒരു ജാതി വൃത്തികെട്ട മണ. മുന്നിക്ക് വന്നാൽ ഈ പണ്ടാരം പോട്ടേന്നും പറഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കും. ഇതുകൊണ്ട് ജീവിക്കുന്ന, ഉപജീവനം നടത്തുന്ന ആളുകളുണ്ട്. അതിനേക്കാൾ മോശമായിട്ടുള്ള, ഭിക്ഷാടനത്തെക്കാൾ മോശമായിട്ടുള്ള ആളുകളെ പറ്റിക്കുന്ന പരിപാടിയല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഈ വെളിച്ചപ്പെടൽ ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഏതെങ്കിലുമൊക്കെ കുട്ടി മൊല്ലമാരും മൊല്ലല്ലാത്ത കുട്ടികളും വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇതൊക്കെ ഉള്ളതാണെന്നുള്ളത്. ഇവിടെ സമസ്തകൾ എന്ന് പറയുന്ന 2 സമസ്തകൾ ഉണ്ടല്ലോ, അതിൽ ആരാണ് 100, 101 എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. അതുപോലെ തന്നെ സംസ്ഥാനം ഉണ്ടല്ലോ, ദക്ഷിണ കേരളം ഉണ്ടല്ലോ, അവരൊക്കെ അംഗീകരിക്കുന്ന ആളുകളാണല്ലോ ഇപ്പൊ ഇതിൽ പോണത്. അല്ലെങ്കിൽ അവരുടെ ആളുകളെ അടുത്ത് ഇത്തരം കാര്യങ്ങളിൽ പോകരുത് എന്ന് പറയണം. പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്നുള്ളത് അവർ പറയട്ടെ.
ഇല്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ വിശ്വാസികൾ അതിലേക്ക് വിടുന്നതിന് നിങ്ങളും കുറ്റക്കാരാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഇത്രയും രൂക്ഷമായിട്ട് ഇത് പറയുന്നത് ഇതിന് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പറയും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും സ്വന്തം ശരീരത്തിൽ കത്തിയെടുത്ത് കുത്തിയൊരു ചരിത്രം അവിടെയുള്ളത്. അവർ തിരിച്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പറയില്ല, ചെയ്യൂല. അത് നിങ്ങൾക്ക് ആംബിയറും ഇല്ല. നിങ്ങളെ കാലിൻ്റെ മുട്ടിങ്ങനെ കൂട്ടിമുട്ടും പേടിച്ചിട്ട്. അത്രേ ഉള്ളൂ, അത്രേ പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.